നഴ്സിംഗ് ഹോമിലെ ആ സ്ത്രീയുടെ പേര് ശാരദ എന്നായിരുന്നു. അവർ മാത്രമായിരുന്നു അവിടെ താമസം. തങ്ങളുടെ വസ്ത്രങ്ങളും പണവുമെല്ലാം ആരോ അപഹരിച്ചു എന്ന് ചൈതന്യയിൽ നിന്നറിഞ്ഞപ്പോൾ ശാരദയുടെ മുഖം കറുത്തു. നല്ലൊരു തുക അവരിൽ നിന്നും ഈടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ശാരദ. അവരുടെ ഭാവമാറ്റം ചൈതന്യയ്ക്ക് മനസ്സിലായി. അവൾ തൻ്റെ മോതിര ഊരി അവർക്ക് കൊടുത്തു. ഇരുളിൽ ലൈറ്റ് കത്തുന്നത് പോലെ ശാരദയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ കുട്ടി. സാരമില്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. നേരം പുലരുവോളം ചൈതന്യ ശിവന്റെ അരികിലിരുന്നു. ശാരദ തൻ്റെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങി. അവർക്ക് ഉറക്കം വലിക്കുന്നത് ചൈതന്യയ്ക്ക് കേൾക്കാമായിരുന്നു. സമയം രാവിലെ 7 മണി. തെരുവുണർന്നു. കുട്ടികളുടെയും സ്ത്രീകളുടെയും കലപില ശബ്ദങ്ങൾ, ചില വാഹനങ്ങളുടെ ഒച്ച. ശിവൻ എണീറ്റിരുന്നു. ശരീരം നന്നായി വേദനിക്കുന്നുണ്ട്. ചൈതന്യെ. ഉറക്കം തലക്കെട്ടി കിടക്കുന്ന കണ്ണുകളോടെ അവൾ തല ഉയർത്തി. അവൻ്റെ മിഴികൾ നിറഞ്ഞു. കരയരുത്. അവൾ അവന് ധൈര്യം പകർന്നു. ഒന്നിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് നമ്മൾ. എന്തു വന്നാലും പതറരുത്. ഈ പെണ്ണിൻ്റെ അത്രയും ധൈര്യം തനിക്കില്ലല്ലോ എന്ന് അവൻ ഓർത്തുപോയി. ശാരദ അവർക്ക് കടും കാപ്പി കൊടുത്തു. വാതിലിൽ ആരോ തട്ടി. ശാരദ വാതിൽ തുറന്നു. പുറത്ത് ടാക്സി ഡ്രൈവർ നിൽക്കുന്നത് ശിവനും ചൈതന്യയും കണ്ടു. നല്ല ആൾക്കാരാ, കാറും കൊണ്ട് കടന്നു കളഞ്ഞേക്കാമെന്ന് കരുതി അല്ലേ? അയാൾ പുച്ഛഭാവത്തിൽ അവരെ നോക്കി. ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയില്ല, ശിവൻ മറുപടി പറഞ്ഞു. ഞങ്ങളെ അപകടത്തിൻ്റെ വക്കിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളല്ലേ ഓടിപ്പോയത്? രക്ഷപ്പെട്ടത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാ. പിന്നെ ഞാൻ കൂടി അവിടെ കിടന്ന് ചാകണമായിരുന്നോ? ഇത് നല്ല കൂത്ത്. സംസാരിച്ച് നിങ്ങളെ മെനക്കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 2000 രൂപയെങ്ങ് തന്നേര്. 2000 രൂപയോ? ഇരുവരും അമ്പരന്ന് പോയി. എന്താ, എൻ്റെ കാർ മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് പോലീസിൽ പരാതിപ്പെട്ടാൽ എന്താ ഉണ്ടാകുന്നതെന്നറിയാമോ? ഞങ്ങളങ്ങനെ ചെയ്തില്ലല്ലോ. വാക്കു തർക്കത്തിന് പോകാതെ അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതാ കുട്ടികളെ ഭംഗി, ശാരദ അവരോട് പറഞ്ഞു. പോലീസും പ്രശ്നങ്ങളുമൊക്കെ ആകുമ്പോൾ നിങ്ങളും കുടുങ്ങും. ശിവനും ചൈതന്യയും വല്ലാത്ത അവസ്ഥയിലായി. ഞങ്ങളുടെ പണവും മറ്റും കാറിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. ഡ്രൈവറുടെ ശബ്ദത്തിന് കനം കൂടി. തെരുവിലുള്ളവരൊക്കെ അവിടേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒറ്റ പൈസ ഞങ്ങൾ തരില്ല. താൻ വാങ്ങിക്കാമെങ്കിലും ഒന്ന് വാങ്ങിക്ക്. ശിവനും വിട്ടുകൊടുത്തില്ല. താനും ഇന്നലെ ഞങ്ങളെ ആക്രമിച്ചവരുടെ ഒറ്റക്കാരനല്ലെന്ന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിച്ചതും താനല്ലെന്ന് എങ്ങനെ കരുതും? പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കരുതിക്കോ. അതിനിപ്പോൾ എന്നാ വേണം? മര്യാദയ്ക്ക് കാശ് തന്നോണം. മനസ്സില്ല. ശിവ, ഒന്നടങ്ങ്, ചൈതന്യ പറഞ്ഞു. പക്ഷേ അവനത് കേട്ടില്ല. കാശ് താടാ. ഡ്രൈവർ അകത്തേക്ക് കിടക്കാൻ ഭാവിച്ചപ്പോൾ ശാരദ തടഞ്ഞു. വേണ്ട വേണ്ട, കാര്യങ്ങളൊക്കെ പുറത്ത്. ഇതെൻ്റെ വീടാ. എങ്കിൽ അവരെ ഇങ്ങോട്ട് ഇറക്കി വിട്. ശാരദ കോപത്തോടെ ശിവനെ നോക്കി. നേരത്തെ ഞാൻ പറഞ്ഞതാ, അവൻ പറഞ്ഞ പണം കൊടുത്ത് പ്രശ്നം ഒതുക്കാൻ. അതിന് ഞങ്ങളുടെ പണമൊക്കെ നഷ്ടമായില്ലേ ചേച്ചി? ശിവൻ്റെ സ്വരം പതറി. ആഭരണം ബാക്കിയുണ്ടല്ലോ. ശാരദയുടെ നോട്ടം ചൈതന്യയുടെ കയ്യിൽ പതിഞ്ഞു. ചൈതന്യ വളകൾ രണ്ടും ഊരിയെടുത്തു. വേണ്ട മോളെ, ശിവൻ തടഞ്ഞു. സാരമില്ല ശിവ. അവൾ വളകൾ രണ്ടും ഡ്രൈവർക്ക് എറിഞ്ഞു കൊടുത്തു. കൊണ്ടുപോ. ഒപ്പം കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയും ചെയ്തു അവൾ. 100-ലധികം ആൾക്കാർ അവിടെ തരിച്ചുകൂടിയിരുന്നു. അവർക്ക് ക്ലിനിക്കിനുള്ളിൽ ഇരിക്കുന്നവരെ കാണണം. ശാരദ കൂടി നിന്നവരെ തടഞ്ഞു. ഇവിടെ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ഞാൻ ഇവരെ ഇറക്കി വിടാം. ശിവനും ചൈതന്യയും മുഖാമുഖം നോക്കി. ശാരദ ആംഗ്യം കാണിച്ചു. ചേച്ചി, ഞങ്ങൾ. ശബ്ദിക്കരുത്. ഇത് ലോഡ്ജൊന്നുമല്ല. ഇരുവരും എണീറ്റു. പുറത്തേക്കിറങ്ങുമ്പോൾ ആൾക്കാർ ആർത്തിയോടെ ചൈതന്യയെ നോക്കി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അവർ ആദ്യം കാണുകയായിരുന്നു. ഇവൻ അടിച്ചുകൊണ്ട് വന്നതാ. എന്നാലും അവൻ്റെ ഒരു ധൈര്യം. കാലം പോയ പോക്കേ. അവർക്കിടയിൽ നിന്നും കമൻറ്റുകൾ ഉയർന്നുകൊണ്ടിരുന്നു. ശിവനും ചൈതന്യയും തലകുനിച്ചു. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിന് നടുവിൽ അവർ നിന്നു. അസഹ്യമായ ദുർഗന്ധം. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കൊന്നും അത് ബാധകമല്ലായിരുന്നു. 2 നിലകളുള്ള കെട്ടിടങ്ങളുടെ വരാന്തയിൽ നിന്നും വൃത്തിയില്ലാത്ത സ്ത്രീകൾ ചുളിഞ്ഞ മുഖത്തോടെ അവരെ നോക്കി. ചരക്ക് കൊള്ളാം. ചെറുപ്പക്കാർ മയക്കുമരുന്നിൻ്റെ കറപ്പുരണ്ട പല്ലുകൾ കാട്ടി ചിരിച്ചു. പല്ല് തേക്കുകയോ കുളിക്കുകയോ ക്ഷൗരം ചെയ്യുകയോ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യാത്ത കൂട്ടങ്ങൾ. റോഡിൻ്റെ ഓരത്തിരുന്ന് യാതൊരു നാണവുമില്ലാതെ സ്ത്രീകൾ മൂത്രമൊഴിക്കുന്നത് അവർ കണ്ടു. അവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് അവർക്ക് തോന്നി. പോകാൻ മറ്റ് ഒരിടമില്ലാഞ്ഞിരുന്നുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് ശിവൻ ഓർത്തു. എത്രയും വേഗം തൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണം. ചൈതന്യയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ നടന്നു. പിന്നിൽ ആൾക്കാർ കൂക്കി വിളിച്ചു. പെട്ടെന്നാണ് അവർ അത് കണ്ടത്. ചെളിവെള്ളം തെറിപ്പിച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ഒരു ടാങ്കർ ലോറി. അത് അവരിൽ നിന്നും ഏതാണ്ട് 15 മീറ്ററോളം അടുത്തെത്തിക്കഴിഞ്ഞു. ഉടനെ വൃത്തികെട്ട ഒരു കൊച്ചു പെൺകുട്ടി റോഡിന് കുറുകെ ചാടി. അത് കണ്ടവരുടെയെല്ലാം കണ്ടങ്ങളിൽ നിന്നും ആർത്തനാദങ്ങൾ ഉയർന്നു. ടാങ്കറിൻ്റെ ഡ്രൈവർക്ക് ബ്രേക്ക് ചവിട്ടാൻ അവസരം കിട്ടിയില്ല. ഒരു ക്ഷണം മറ്റെല്ലാം മറന്ന് റോഡിലേക്ക് ചാടിയ ശിവൻ റോഡിന് നടുവിൽ എത്തിക്കഴിഞ്ഞിരുന്ന കുട്ടിയെ വാരിയെടുത്ത് മറുഭാഗത്തേക്ക് മറിയുകയും ഉരുണ്ടുമാറുകയും ചെയ്തത് ഒന്നിച്ചായിരുന്നു. ഏവരും ശ്വാസം കഴിക്കുവാൻ മറന്ന ഒരു നിമിഷമായിരുന്നു അത്. ടാങ്കർ പാഞ്ഞുപോയി. അപ്പോൾ അവർ കണ്ടു റോഡിൻ്റെ ഓരത്ത് കുട്ടിയെ അടുക്കി പിടിച്ചുകൊണ്ട് എണീൽക്കുന്ന ശിവൻ.
ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് അവർ രക്ഷപ്പെട്ടത്. തെരുവിലെ ജനങ്ങൾക്ക് അത് അത്ഭുതമായിരുന്നു. ഒപ്പം ചൈതന്യയ്ക്കും. ശിവൻ തന്നെയാണ് ഈ ധീരപ്രവൃത്തി കാട്ടിയതെന്ന് വിശ്വസിക്കുവാൻ അവൾക്ക് പ്രയാസം. അവൾ അവൻ്റെ അടുത്ത് ഓടിയെത്തി. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം അവൻ്റെ മുഖത്ത്. അതുവരെ അവരെ കൂക്കി ആക്ഷേപിച്ച ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി ആരാധനയോടെ. കുട്ടിയുടെ മാതാപിതാക്കൾ നന്ദിയോടെ അവൻ്റെ കയ്യിൽ നിന്നും കുട്ടിയെ ഏറ്റുവാങ്ങി. ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയാനും അവർ മറന്നില്ല. ശിവൻ്റെ ശരീരം നിറയെ ചെളി പുരണ്ടിരുന്നു. ശരീരത്തിലെ ബാൻഡേജുകൾ ഇളകിപ്പോയി. ശാരദ ഓടിയിറങ്ങി വന്നു. കുളിച്ച് വേഷം മാറ്, മരുന്ന് വയ്ക്കാം. അതുവരെ തങ്ങളോട് പെരുമാറിയ രീതിയിലല്ലോ ഇപ്പോൾ അവരെന്ന് ചൈതന്യം ഓർത്തു. ചെല്ല്, ചേച്ചി പറഞ്ഞതനുസരിക്ക്, മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചു. ഈ സമയം ഒരു ജീപ്പ് അവിടെ വന്നു നിന്നു. ശിവനും ചൈതന്യയും ഒന്ന് ഞെട്ടി.